പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പഠിക്കുന്ന കുട്ടികൾ ഒത്തിരി പേരുണ്ടായിരിക്കും അല്ലേ? ചുറ്റുപാടിലും കുടുംബങ്ങളിലും അല്ലെങ്കിൽ കസിൻസ്, ഫ്രണ്ട്സ്, അങ്ങനെ നിങ്ങൾക്ക് അറിയുന്നവരായിട്ട് നന്നായി പഠിക്കാൻ കഴിയുന്നുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും. ഒരു പക്ഷേ തൻ്റെ മക്കൾക്ക് അവനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളെ അലട്ടിയേക്കാം. ഒരുപക്ഷെ അങ്ങനൊരു ചിന്ത നിങ്ങൾക്ക് വരാതിരിക്കാം. തൻ്റെ മകൻ നന്നായി പഠിച്ചാൽ മതി, തൻ്റെ മകൾ നന്നായി പഠിച്ചാൽ മതി, അവൻ അതുകൊണ്ട് ജയിക്കാൻ കഴിഞ്ഞാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടായിരിക്കാം. വളരെ നല്ലൊരു കാര്യമാണത്. എന്തു തന്നെയാണെങ്കിലും ഇതിനാകെ ഒരു ഇൻറ്റൻഷനേ ഉള്ളൂ. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടിക്ക് നല്ലതുപോലെ പഠിക്കാൻ സാധിക്കുക, ഓർമ്മിച്ച് വയ്ക്കാൻ സാധിക്കുക, എക്സാം നല്ലതുപോലെ എഴുതാൻ സാധിക്കുക, അതിൽ വിജയിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എക്സാം പേപ്പർ കിട്ടുന്ന സമയത്ത് മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ തോറ്റു പോവാതിരിക്കുക, അല്ലെങ്കിൽ അതൊരു നാണക്കേടായി മാറാതിരിക്കുക. ഇതൊക്കെ ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും ഒക്കെ ആഗ്രഹങ്ങളാണ്. തൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ നല്ലതുപോലെ മാർക്ക് കിട്ടി എന്നുള്ളത് കുറച്ച് പേരോട് സംസാരിക്കുമ്പോൾ പറയുന്നതൊക്കെ ഒരു വളരെയധികം എന്താ പറയുക, അത്രയ്ക്കധികം സന്തോഷത്തോടെ പറയുന്ന ഒത്തിരി ഗ്രാൻഡ് പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കതൊരു വലിയൊരു അംഗീകാരം ലഭിച്ച പോലെയാണ്. UKG പഠിക്കുന്ന കൊച്ചിന് സമ്മാനം കിട്ടി, എ ഗ്രേഡ് കിട്ടി, കോയിൻ കിട്ടി, അല്ലെങ്കിൽ ഒരു മെഡൽ കിട്ടി, പ്രൈസ് കിട്ടിയെന്നൊക്കെ അവരൊക്കെ ചുറ്റും നിന്ന് ഈവനിങ്ങിലൊക്കെ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഉണ്ടാകുന്നത്. കാരണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് അറിയുമ്പോഴും അവർക്കും അതൊരു ഉത്സാഹമായിരിക്കും. അങ്ങനെ ഒത്തിരി നന്നായി പഠിക്കാനും അവർക്കത് ഓർമ്മിച്ച് വയ്ക്കാനൊക്കെ കഴിയാൻ വേണ്ടി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതുപോലെ പഠിക്കാനായിട്ട്. അതായത് നമ്മൾ ഏതെങ്കിലും സാഹചര്യങ്ങളൊക്കെ അത് മറന്നു പോവുകയാണ്, വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ കൊച്ചുമക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ, ഇപ്പോൾ IELTS പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ PT പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, ഇനി സിവിൽ സർവീസ്, അങ്ങനെ എന്ത് തന്നെ എക്സാംസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചാണെങ്കിൽ അവൻ ആ 7ാം ക്ലാസ് നല്ലതുപോലെ വിജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. 8ൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് മാത്രം ഞാൻ വിജയിക്കണം എന്നല്ല, ആ 8ാം ക്ലാസ്സിൻ്റെ മുഴുവൻ റിസൾട്ടും നന്നായിരിക്കണം എന്നാണ് ആഗ്രഹിക്കേണ്ടത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സിമ്പലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സിമ്പൽ നമുക്ക് കുട്ടികൾക്ക് പഠിക്കുന്ന ഏത് ബുക്കിൽ വേണമെങ്കിലും എഴുതി അല്ലെങ്കിൽ വരച്ചു വയ്ക്കാവുന്നതാണ്. അല്ല, ഇനി നിങ്ങൾക്ക് എല്ലാ പുസ്തകങ്ങളിലും അങ്ങനെ ഈ ഒരു സിമ്പൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൈവെള്ളയുടെ ഉള്ളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാലും ആരും കാണാത്ത സ്ഥലത്ത് ഈ ഒരു സിമ്പൽ വളരെ ലൈറ്റായിട്ട് വരച്ച് വയ്ക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു പേപ്പറിൽ എത്ര പ്രാവശ്യം ഇതിനെ നോക്കി ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്ത് അതിങ്ങനെ മനസ്സിലേക്ക് ആ ഒരു സിമ്പിൾ വളരെ കാണാപ്പാഠം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മെഡിറ്റേറ്റ് ചെയ്യുക. ആ ഒരു ടൈം ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ആ ഒരു സിമ്പിളിലേക്ക് നോക്കിയിരിക്കുക. എന്നിട്ട് പഠിച്ചതെല്ലാം നിങ്ങൾക്ക് കിട്ടണം, ആ സമയത്ത് കിട്ടണം എന്നുള്ളത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാം ജയിച്ചു, എക്സാം സക്സസ് ആയി, ആ ഒരു വിജയം മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു സിമ്പിൾ മനസ്സിലേക്ക് പകർത്തുക. ഇനി ഒരു വട്ടം നിങ്ങൾക്കൊരു എക്സാം കഴിഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരച്ച ആ ഒരു സിമ്പിൾ, ആ ഒരു പേപ്പർ നിങ്ങൾ കത്തിച്ച് കളയണം. അതിനുശേഷം മാത്രം വേണം അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ എഴുതാനായിട്ട്. അപ്പോൾ ആ സിമ്പിൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു സിമ്പിൾ. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഇത് നോക്കി എത്ര കാര്യം ആഗ്രഹിക്കാൻ പറ്റുമോ, അതായത് നിങ്ങളുടെ 7ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒത്തിരി എക്സാംസ് പോകും. അപ്പോൾ ദിവസം ഒരു 10 മിനിറ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് ഇതിനു വേണ്ടി മാറ്റി വെച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% വിജയം മാത്രമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ ഒരു നോക്കിയിരിക്കുന്ന സമയം അതും കൂടെ നമുക്ക് പഠിച്ചുകൂടെ എന്ന് ചിന്തിക്കും ഒരു പക്ഷേ, സ്വാഭാവികമാണ്. പക്ഷേ
ഇരട്ടി ഫലം നമുക്ക് ചെയ്യുന്ന കർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടുതലും പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുക എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരിലും ആഗ്രഹിക്കുന്ന ആ ഒരു എക്സാം സക്സസ് ചെയ്ത് പാസ്സാവാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും 100% വിജയം വരട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.